ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 195 ദിവസമാണ്. നമ്മൾ ഭഗവത്ഗീതയുടെ 17-ാം അധ്യായം ആയിട്ടുള്ള ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്നുള്ളതിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഇന്നലത്തെ അതിൻ്റെ അനുബന്ധമാണ്. ആധുനിക ജീവിതത്തിൽ തപസ്സിൻ്റെ അനിവാര്യത അല്ലെങ്കിൽ തപസ് എത്രമാത്രം ആവശ്യമുള്ളതാണ്, ഇത് വേണ്ടതാണോ എന്നുള്ളതാണ്. വളരെ നല്ല ചോദ്യമാണ്. നമുക്ക് തോന്നി നിങ്ങളോട് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മളതിൻ്റെ ആദ്യ ഭാഗം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തപസ്സിനെ കുറിച്ചല്ല, മറ്റൊന്നിനെ കുറിച്ചാണ്. എന്താണ് എന്നാണെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആധുനിക പ്രസക്തി മനസ്സിലാവുക. ആധുനിക ലോകത്തിൽ അതിൻ്റെ പ്രസക്തി മനസ്സിലാവുക. മനുഷ്യൻ്റെ പുരോഗതി, ഈ മനുഷ്യൻ കണ്ടെത്തിയ കണ്ടെത്തലുകളിലെ ഏറ്റവും വലിയ കണ്ടെത്തലാണ് ചക്രം എന്നുള്ളത്, വീല്. ഈ ചക്രത്തിനെ ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഉപനിഷത്തിൽ ഇത് കാണും. അക്കാലത്തെ മനുഷ്യൻ ഉപയോഗിച്ചിട്ടുള്ളത് പാത്രങ്ങൾ ഉണ്ടാക്കാനാണ്. കുലാലൻ്റെ ആലയിൽ അവൻ്റെ പണിയായുധത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചക്രം. ഇന്നും അത് ഇന്നും നിങ്ങൾ പരമ്പരാഗതമായി ഈ കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ ഇപ്പോഴും ഒരു വടി ഇങ്ങനെ വെച്ചിട്ട് ഈ വലിയ വീലുണ്ട്, ആ വീലിലിങ്ങനെ കറക്കും. അങ്ങനെ അങ്ങോട്ട് കറക്കി കുറച്ച് നേരം കറക്കിയിട്ടൊരു വിടലാണ്. വിട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് കറങ്ങും. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ മുകളിലേക്കാണ് ഈ സാധനം മണ്ണെടുത്ത് വെച്ച് അവർ ഈ പണി ചെയ്യുന്നത്. ഇന്ന് മോട്ടോറിൽ പ്രത്യേക സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ചെയ്യുന്ന എന്താ പറയുക സംഗതിയുണ്ട്. അത് ആധുനിക വേർഷൻ. അപ്പോൾ മനുഷ്യൻ ഈ അവൻ്റെ ആദ്യ ചക്ര കണ്ടുപിടുത്തം അല്ലെങ്കിൽ അത് അവൻ ഉപയോഗിച്ചത് ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിനാണ്. പിന്നെ അത് മൺപാത്രങ്ങളിൽ നിന്ന് അത് ഈ പറഞ്ഞ മറ്റേ കൊല്ലൻ അയാളുടെ പണിയിൽ ഇത് എന്താ പറയുക തീ എയർ കത്തിക്കാൻ വേണ്ടിയിട്ട് കറക്കാൻ അങ്ങനെ അതിൻ്റെ ചെറിയ ചെറിയ വികാസങ്ങൾ വരുന്നു. പിന്നീട് അത് നമുക്കറിയാം, ഇങ്ങനെ ഓരോന്ന് വിസ്തരിച്ച് പറയണമെന്നില്ല, നിങ്ങൾക്കറിയാം, മരത്തിൽ വലിയ ചക്രങ്ങളുണ്ടാക്കി അത് ആന, കുതിര, കാള ഇങ്ങനെയുള്ളതൊക്കെ അതിനെയൊക്കെ ഭാരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അനായാസേന നമ്മുടെ വസ്തുവകകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വീല് നമ്മൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. അതങ്ങനെ ഉപയോഗപ്പെടുത്തി 1800-ൻ്റെ ആരംഭത്തിലാണ് ഈ തോംസണും അതുപോലെ തന്നെ ഡൺലപ്പിൻ്റെ മുഴുവൻ പേര് വേറെ എന്തോ പിറകിലെന്തോ ഇതുണ്ട്, അങ്ങനെ എന്തോ ഒരു 2 കൂട്ടരുണ്ട്. ഇവരാണ് ഈ റബ്ബർ ടയറിൽ പാറ്റൻ്റ് എടുക്കുന്ന ആളുകൾ. റബ്ബർ ഇല്ലാത്ത നാട്ടുകാരാണ് പാറ്റൻ്റ് എടുത്തത്. റബ്ബർ ഇവിടുന്ന് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഈ റബ്ബർ ഈ ടയറിലേക്ക്
ഈ ചക്രത്തിലേക്ക് അതിൻ്റെ ഒരു ഉപരിഭാഗത്ത് ഒരു വസ്തുവായിട്ട് അതിനകത്ത് എയറും നിറച്ച് ട്യൂബും നിറച്ച് അത് അത് വന്നതോടുകൂടി ഭയങ്കര വിപ്ലവമായി. പിന്നെ നമുക്ക് സൈക്കിളിൻ്റെ ടയർ മുതൽ വിമാനം ലാൻഡ് ചെയ്യുന്ന ടയർ ഉൾപ്പെടുന്ന ചക്രങ്ങളുടെ ഒരു വൻ ശൃംഖലയുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചക്രം വളരെ അനിവാര്യമായിട്ടുള്ള നമ്മളിപ്പോൾ അങ്ങനെയുള്ളതാണ് മേടിക്കുക. ഈവൺ ഒരു സൂട്ട് കേസ് ആണെങ്കിൽ ട്രോളി നമ്മൾ അതിൽ നല്ല വീലുള്ള, പണ്ട് ആ വീലുള്ള 2 വീലായിരുന്നു, അതിങ്ങനെ ചെരിച്ച് വലിച്ചു കൊണ്ടുപോകണമായിരുന്നു. അതിനൊക്കെ മാറി. ഇപ്പം നമ്മൾ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത്ര മൂവ് ചെയ്യുന്ന, സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്ന സൂട്ട് കേസുകളാണ്, വീലുകളാണ്. നമുക്ക് എത്ര ഭാരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരു 10-23 കിലോ നമുക്ക് കൊണ്ടുപോകാം ഫ്ലൈറ്റിൽ. നമ്മൾ എടുത്തു വെച്ച് സുഖമായിട്ട് ചെയ്യും. നമ്മൾ എയർപോർട്ടിൽ തന്നെ നമുക്ക് ട്രോളി ഉണ്ട് തള്ളിക്കൊണ്ടുപോകാൻ. അത് എടുക്കാതെ ഇതിൽ ട്രോളി ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ കൊണ്ടുപോകും. ചിലർ അതും ഉപയോഗിക്കുന്നു. അതും എന്താണ്? വീലാണ്. ഭാരമുള്ളതൊക്കെ പണ്ട് നമ്മുടെ വീട്ടിൽ ഗ്യാസൊക്കെ വന്ന സമയത്ത് ഈ കുറ്റിയെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കുക, അതിൻ്റെ ഈ തറ കേടുവരിക ഒക്കെ ഉള്ള പ്രശ്നം വന്നപ്പോഴാണ് ഈ ഗ്യാസ് കുറ്റിക്ക് കണക്കായിട്ടൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസും അതിൽ 3-4 ചക്രങ്ങളും വന്നപ്പോൾ വളരെ സ്മൂത്തായി അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വയ്ക്കാൻ. അങ്ങനെ നീക്കി വയ്ക്കുന്ന ചെറിയ ചെറിയ വീലുകൾ, കുട്ടികളുടെ കളിപ്പാട്ടം മുതൽ നമ്മുടെ വീൽ ചെയറുകൾ, അതുപോലെ വീൽ ചെയർ 2 വിധത്തിലുള്ളത്. നമ്മുടെ ഓഫീസ് ടേബിളിലും വീലുണ്ടല്ലോ, അതിങ്ങനെ മൂവ് ചെയ്യാം നമുക്ക്. അതല്ലാതെ വീൽ ചെയർ രോഗിക്കൊക്കെ പരിചരണത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ടേബിളുകൾ, പിന്നെ ചെറിയ ചെറിയ വീൽ. ഇപ്പോൾ നമ്മളിവിടെ ആശ്രമത്തിൽ വലിയൊരു ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ഹാർഡ്വെയർ ഷോപ്പുണ്ട്. എല്ലായിടത്തും ഉണ്ടാവും നല്ല വീലുകൾ കിട്ടുന്ന സ്ഥലം. നമ്മൾ പോയാൽ അത്ഭുതപ്പെടും. ഏതൊക്കെ ടൈപ്പ് വീലുകൾ, നല്ല നൈലോൺ ഇതായിട്ടുള്ളത്, റബ്ബർ, മെറ്റൽ, നല്ല ഭാരം വഹിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളൊരു ചെറിയ ഇരുമ്പിൻ്റെ ഒരു സ്ക്വയറായിട്ടുള്ള വെൽഡ് ചെയ്തിട്ടുള്ള ഒന്നിൽ അതിൻ്റെ മുകളിലൊരു പ്ലൈവുഡിൻ്റെ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ 4 വീലാണ്, 4 6 വീല് കൊടുത്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആണത്. അപ്പോൾ നമുക്ക് ഏത് സാധനവും എടുത്തു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ സൗകര്യമാണ്. അതുപോലെ നമ്മുടെ വലിയ അലമാറകളുണ്ട്, ഈ മരത്തിൻ്റെ ബുക്സൊക്കെ വെച്ചിരിക്കുന്ന, ഉള്ളിലൊക്കെ വെച്ചിരിക്കുന്ന പലയിടത്തുള്ള, അതിനൊക്കെ വീലുണ്ട്, അതിന് ലോക്കും ഉണ്ട്. ആ വീല് ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് നീക്കിയിട്ട് എന്തിനാ? അടിച്ചു വാരി തുടയ്ക്കാൻ. നമ്മളിപ്പോൾ ഈ ഫ്രിഡ്ജ്, ഇങ്ങനെ ഭാരം കൂടിയ സാധനങ്ങളൊക്കെ അവിടെ വെച്ചതുകൊണ്ട് ഈ അടിച്ചു വാരി തുടയ്ക്കൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് നീക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന് നമുക്കത് വന്നപ്പോൾ ഈ ആധുനിക ലോകത്തിൽ വീലിൻ്റെ പ്രസക്തി പറയുക. അപ്പോൾ എന്താണ് അത്? നമ്മളതിനെ അടിയിൽ 4 വീല് കൊടുത്തിട്ടുള്ള ചെറിയ സ്റ്റാൻഡ്, അത് വാഷിംഗ് മെഷീനാകാം, പലതിനും ഉണ്ടല്ലോ ഇപ്പോൾ. അത് ഫ്രിഡ്ജിനുണ്ട്, റെഫ്രിജറേറ്ററിനുണ്ട്, ഭാരമുള്ള എല്ലാറ്റിനുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് വീല് ഫിക്സ് ചെയ്യാം. നമ്മുടെ ടേബിളിലും കട്ടിലും കട്ടിലിൽ. അപ്പം എന്തിനാണ്? അനായാസേന മൂവ് ചെയ്യുന്ന ഏത് ഏർപ്പാടുകൾക്കും നമ്മളിത് TV സ്റ്റാൻഡ്, ഇപ്പോഴങ്ങനത്തെ സ്റ്റാൻഡുകളൊക്കെ കുറവാണ്, എന്നാലും ഇതെല്ലാം വന്നിരിക്കുന്നു. പുതിയ 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 എന്തൊക്കെ കാര്യങ്ങളോ ചക്രങ്ങളിൽ. അപ്പോൾ ആ ചക്രത്തെ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ ഒരു ചക്രമുണ്ട്. ഇപ്പം നമ്മുടെ ദേശീയ പതാകയിൽ ഒരു ചക്രമുണ്ട്, ധർമ്മചക്രം. ഭഗവാൻ ഗീതയിൽ പറയും. അപ്പോൾ ആ ചക്രം എന്നുള്ള സങ്കല്പത്തിന് അത് വേറൊരു തലത്തിലേക്ക് വരികയാണ്, ആധ്യാത്മികതയുടെ ഒരു സിമ്പലാവുന്നു. അപ്പോൾ അവിടെ ഭഗവാൻ പറയാണ്, ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹ അഖായുരിന്ദ്രിയ രാമഃ മോഘം പാർത്ഥ സ ജീവതി. അർജുന, ഏവം പ്രവർത്തിതം ചക്രം, ഇങ്ങനെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഈ ചക്രം, അവിടെ ഏത് ചക്രമാണത്? ഈ കാലചക്രം. ഈ ചക്രസങ്കല്പത്തിൽ ഇന്ത്യയെ പോലെ ഇത്രയും ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുള്ള വേറെ ആരുമില്ല. ഇവൻ നമ്മുടെ ദേശീയ പതാകയിൽ ഒരു ചക്രമുണ്ടല്ലോ, ധർമ്മചക്രം, അശോകൻ്റെ 24 കാലുകളുള്ള, അരക്കാലുകൾ എന്ന് പറയുള്ളൂ, നമ്മുടെ സ്പോക്സ്, സൈക്കിളിൻ്റെ ഇല്ലി പോലെയുള്ളത്. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ഏവം പ്രവർത്തിതം ചക്രം,
അപ്പോൾ ഈ ചക്രം എന്ന് കണ്ടുപിടിച്ചോ എന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്, അതിനെ നമ്മൾ പിന്നെ ഈ സിമ്പലുകളൊക്കെ ആക്കി മാറ്റുന്ന അതുണ്ട്. അവിടെ ഈ ഫിലോസഫി പറയാൻ വേണ്ടി പറയുന്നു. ഇങ്ങനെ കൃത്യമായ ഒരു പന്ഥാവിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രകൃതിയുടെ പ്രവർത്തനം ന അനുവർത്തയതി ഇഹ ഇവിടെ ഇത് ആരാണോ അനുവർത്തിക്കാത്തത്, ഇത് മനസ്സിലാക്കാത്തത്, അവനെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് അഖായുഹു ഇന്ദ്രിയാരാമഹ, അവനാണ് പാപി, ഒന്നിനും കൊള്ളാത്തവൻ, അവൻ്റെ കാര്യം പോക്കാണെന്നാണ്. മോഹം പാർത്ഥസ ജീവതി എന്ന, അവൻ ഗോൺ കേസ് എന്നാണ് ഭഗവാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഭഗവാൻ ഉപയോഗിക്കുന്ന സുദർശന ചക്രം, മഹാഭാരതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചക്രമുണ്ട്. ഇപ്പോൾ ഇവരുടെ അജ്ഞാതവാസത്തിൽ ഭീമൻ വസിക്കുന്ന സ്ഥലത്തിന്, പാണ്ഡവന്മാർ വസിക്കുന്ന നമ്മുടെ എന്താണ് ഭീമൻ വിവാഹം കഴിക്കുന്ന ഹിഡുംബിയെ ഭീമൻ പരിചയപ്പെടുന്നതും ഹിഡുംബി ഭീമനെ തോളിലേറ്റി കൊണ്ടുപോകുന്നതുമൊക്കെ ഏകചക്രയിൽ വെച്ചാണ്. അതുപോലെ ഈ ചക്രവ്യൂഹം, പത്മവ്യൂഹം, അഭിമന്യു അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നത് ഈ ചക്രവ്യൂഹത്തിലാണ്. ഭഗവാൻ എടുത്തുയർത്തുന്ന, ആയുധമായിട്ട് എടുത്തുയർത്തുന്നത് ഈ രഥചക്രമാണ്. ആ രഥചക്രത്തെ ഫിലോസഫിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 ചക്രങ്ങൾ. ആ 2 ചക്രങ്ങൾ എന്താണ്? ഒന്ന് ധർമ്മവും ഒന്ന് അധർമ്മവുമാണ്. അതിൽ 10 ഈ സ്പോക്സാണ്, ഈ ഇല്ലികളാണുള്ളത്, ആരക്കാലുകളാണുള്ളത്. അതെന്താണ്? ദശപ്രാണന്മാരാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സങ്കല്പം. ഇവിടെ ഇപ്പോൾ നമ്മൾ നമുക്കറിയാലോ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ ദേശീയ പതാകയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതല്ലേ. 24 ഈ നീല വരകൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ന് നമ്മൾ ഇന്നിപ്പോൾ നിങ്ങളോടൊക്കെ പറയുമ്പോൾ അതൊരു കുറച്ചിലായി തോന്നില്ലേ നിങ്ങൾക്ക്? ചിലപ്പോൾ അത് അറിയാത്തവരുണ്ടാവാം. സത്യം, ദയ, പ്രേമം, ധൈര്യം തുടങ്ങിയിട്ടുള്ള 24 മൂല്യങ്ങളാണ്. ഗീത പറയുന്ന മൂല്യങ്ങളാണ് ഇതെല്ലാം. ആ 24 മൂല്യങ്ങളെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആ ചക്രം റെപ്രസെൻ്റ് ചെയ്യുന്നത്, ധർമ്മചക്രം അതുകൊണ്ട് അതിനെ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു കാലത്ത് കുലാലൻ, കൊശവൻ ശിലായുഗത്തിലെ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ഈ ചക്രത്തിൻ്റെ ഇൻവെൻഷനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ ഇതൊക്കെ. ആ കാര്യം പറയണം. അപ്പോൾ അതിലെന്തുണ്ട്? ഇങ്ങനെ മൃഗങ്ങൾ ഈ ചക്രം വണ്ടി ഉപയോഗിച്ച് ഭാരം കൊണ്ടുപോകുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയാണ് കണ്ടുപിടിച്ചത്, അങ്ങനെ നമ്മളൊരു അവകാശവാദമൊന്നുമില്ല. അത് മനുഷ്യനാണത്, അത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ ഒരു അതിർത്തിയിൽ മനുഷ്യനെ ചെറുതാക്കേണ്ടതില്ല. ഒരു കാലത്ത് അങ്ങനെ ചെറുതാക്കിയവരും ആയിരുന്നില്ല കണ്ടെത്തൽ നടത്തിയിട്ടുള്ളവർ. പറഞ്ഞു വന്നത്, ഇന്ന് ആ ചക്രം നമ്മൾ ചെറിയൊരു സാധനം പോലും നീക്കി വയ്ക്കുന്നതിനും എല്ലാം അതിൻ്റെ അടിയിൽ ഫിറ്റാക്കി ഇന്ന് നമ്മുടെ പല നിത്യോപയോഗ വസ്തുക്കൾക്കും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഈ അടുത്ത് നമ്മൾ കണ്ടിരുന്നു, ഈ ബക്കറ്റിൻ്റെ അടിയിൽ വീല് എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ നീക്കി കൊണ്ടുപോവാം. അങ്ങനെ എന്താ ഇപ്പം നമ്മൾ ഹൗസ് കീപ്പിങ്ങിന്, ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നതിലൊക്കെ അതുണ്ടല്ലോ. അത് മാത്രമല്ല, അത് വെറും ബക്കറ്റാണ്. നമുക്ക് തോന്നുന്നു ഈ ആവശ്യത്തിനായിരിക്കാം വീല്. അപ്പോൾ ഇത് വലിച്ചിങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമ്മുടെ തറ എപ്പോഴും നീറ്റായിരിക്കും. അങ്ങനെയുള്ള വീലുകളാണ്. പറഞ്ഞു വന്നത്, ഈ ചക്രത്തിന് പൗരാണിക കാലത്തെ ഒരു ശബ്ദമാണ് ചക്രം എന്നുള്ളത്. ഇന്ന് ചക്രം എന്നുള്ള ശബ്ദത്തിന്, ഇന്ന് ചക്രം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? ഈ കുലാലൻ്റെ ആലയിലുള്ള ആ ചക്രത്തെ മാത്രമാണോ? അല്ല, എണ്ണിയാലൊടുങ്ങാത്ത ചക്രങ്ങളുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത ട്രെയിൻ പോകുന്നതും, അതിലേറ്റവും വലിയ വിപ്ലവമാണ് നമ്മൾ ടയറിൽ ഇത് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ എയർ നിറച്ച് അത് പോകുന്ന, ടൺ കണക്കിന് ഭാരം വഹിച്ച് പോകുന്ന
അതിലേക്ക് നമ്മൾ എത്തിയത്. ഇനി ഏതൊക്കെ വിധത്തിലുള്ള കണ്ടെത്തലുകൾ നമ്മൾ നടത്തും എന്നുള്ളത് നമുക്കറിയില്ല, പറയാൻ പറ്റില്ല. എന്തായാലും ചക്രത്തിന് എത്രമാത്രം ആധുനിക കാലത്ത്, ആധുനിക ലോകത്ത് ചക്രത്തിൻ്റെ പ്രസക്തി എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അതിൻ്റെ പ്രസക്തി എന്നുള്ള അങ്ങനെ ഒരു ചോദ്യം തന്നെ ഒരു വല്ലാത്തൊരു ചോദ്യമാണത്. വീലഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ. നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ ചക്രം കൊണ്ടാണ് ഇതാക്കുന്നത്. എങ്ങനെ പോകണം? തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നില്ല, അങ്ങനെ വലിഞ്ഞ് പോവുകയാണ്, കയറുന്നില്ല വണ്ടി. നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മളങ്ങനെ, ജീവിതം തന്നെ ഇതായിട്ടാണ്, എന്താ പറയുക, ചക്രമായിട്ടാണ് നമ്മൾ, ഒരു വാഹനമാണല്ലോ. ശരീരം രഥമേവതൂന്ന രഥചക്രം. അപ്പോൾ പറഞ്ഞത് തപസ്. എന്തിനപ്പോൾ സ്വാമി ഈ തപസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ ചക്രത്തെക്കുറിച്ച് പറയണം? അല്ലെ ചക്രത്തെക്കുറിച്ച് പറഞ്ഞാലേ തപസ് മനസ്സിലാവുള്ളൂ. ഇപ്പോഴത്തെ ഒരു ദുര്യോഗം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ സംശയം ചോദിച്ചിട്ടുള്ളവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയോ, ഇതിപ്പോൾ ഒരാളുടെ ഇത് മാത്രമല്ല. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കി, നമ്മളിൽ പലരും നമ്മൾ ഈ ആശ്രമത്തിൽ ചേർന്ന് ഇത് പഠിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന കുറേ ആൾക്കാർ എന്തൊക്കെയോ വെളിവില്ലാതെ പറയുന്നതല്ല ഇത് എന്ന് നമുക്ക് എപ്പോഴോ തലയ്ക്കുള്ളിൽ കത്തിയിട്ടുണ്ട്, നല്ല കാലത്തിൽ. അല്ലെങ്കിൽ നമ്മൾ ഈ അമ്പലം ചുറ്റി കറങ്ങി നടന്നേനെ. ഇത് ഇവിടെയല്ല, ഈ പരിസരത്തല്ല ഇരിക്കുന്നത് എന്നുള്ളൊരു വെളിപാടുള്ളത് കൊണ്ട് ഇത് പഠിക്കണം എന്നുള്ള ഇതായി. ഉപനിഷത്തുകൾ പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം, സ്ക്രിപ്റ്റേഴ്സ് അതിൻ്റെ എന്താ പറയുക, നരിയെ മാളത്തിൽ പോയി പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് എവിടെ പഠിപ്പിക്കുന്നുണ്ട്, ആ അന്വേഷണത്തിലാണ് നമ്മൾ ചിന്മയാമിഷനിലെത്തുന്നത്. പല ആശ്രമങ്ങളുടെ എന്താ പറയുക, അങ്ങനെ പുറത്തു കൂടെയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇവിടെ ഇതില്ല എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് അവിടെ പോയി താമസിക്കുകയും അവിടുന്ന് ഫുഡ് കഴിക്കുകയും ഒന്നും നിന്നിട്ടില്ല. രാമകൃഷ്ണ മിഷൻ പണ്ടേ നമ്മളെ ആകർഷിച്ചിട്ട ഒരു കേന്ദ്രമായിരുന്നു. രാമകൃഷ്ണ മിഷനിൽ കലൂരിലുള്ള രാമകൃഷ്ണ സേവാശ്രമമുണ്ട്. ഈ സേവാശ്രമത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് സി രാധാകൃഷ്ണൻജിയെ നമ്മൾ പരിചയപ്പെടുന്നത്, ദൂരെ നിന്നുള്ള പരിചയം. അദ്ദേഹത്തിൻ്റെ വീട് അവിടെയാണ്, ആശ്രമം ലൈൻ റോട്ടിലാണ്. അദ്ദേഹം അന്ന് താമസിക്കുന്നത് അവിടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം പോലെ തന്നെ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരുപാട് പേരുടെ ഇത്തരം ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കാൻ കാരണമായിട്ടുള്ളത് ഈ രാമകൃഷ്ണ മിഷനിലും. പിന്നെയാണിത് ചിന്മയ മിഷനാണിത് ഏറ്റവും നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കേന്ദ്രമാണ്. അങ്ങനെയാണ് ചിന്മയ മിഷനിൽ ചേരുന്നത്. സ്വാമിയാവണമെന്നോ മറ്റുള്ള ഉദ്ദേശമൊന്നുമല്ല, പഠിക്കണം, ഇതറിഞ്ഞിട്ട് എൻ്റെ കാര്യം എന്നുള്ളതാണ്. അല്ലാതെ എനിക്കൊരു സ്വാമി ആവണം എന്ന് പറഞ്ഞാൽ ഇന്ന് ആകെ 500 രൂപയുടെ ചിലവേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മഹാമണ്ഡലേശ്വരം വരെ ആവാം കാശ് കൊടുത്താൽ. അത് വേറെ. നിങ്ങൾക്ക് പേര് ആർക്കാ ഏത് പേരായിട്ടിടാത്തത്? ഒരു സാധാരണ ഒരാൾക്ക് ഏത് ദശനാമ സമ്പ്രദായത്തിൽ പെടുന്ന ഏത് സന്യാസനാമം വേണമെങ്കിലും ഗസറ്റ് പബ്ലിഷ് ചെയ്ത് അയാൾക്ക് പേര് മാറ്റാം. ആരാ ചോദിക്കുക? അങ്ങനെ നിയമമൊന്നുമില്ല. കാവിയിട്ട് മാലയിട്ട് കുറി തൊട്ട് ഒക്കെ നടക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ തടയുമോ? ചോദ്യം ചെയ്യാനോ അവകാശമുണ്ടോ? ഇല്ല. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു അവകാശം ഇല്ല. അങ്ങനെ നിയമമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു സന്യാസിയെ അല്ലെങ്കിൽ സ്വാമി എന്നൊക്കെ പറയുന്ന ഈ വസ്ത്രധാരിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എവിടെയാണ് നിങ്ങൾ പഠിച്ചത്? ആരും ചോദിക്കില്ല. വല്ല യാത്ര ചെയ്യുന്നതിന് ട്രെയിനിൽ TT ID കാർഡ് ചോദിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ തപസ് എന്ന വാക്ക് നമ്മുടെ ശിലായുഗത്തിലെ ചക്രത്തിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ വീട്ടിലെ ഈ ഗ്യാസ് കുറ്റി ഉള്ളിലേക്ക് തള്ളുന്നതിലെ വീലിനെ നമ്മൾ വിസ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വീലിൻ്റെ ആധുനിക യുഗത്തിലെ വീലിൻ്റെ പ്രസക്തി, ആ ആധുനിക യുഗത്തെ സൗന്ദര്യമാർന്നതാക്കുന്നതിൽ വീലിൻ്റെ പങ്ക്, നമ്മുടെ പുരോഗതിയിൽ വീലിൻ്റെ പങ്ക്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ,
കൃഷിയിലേക്കാണ് അത് ആദ്യ ചുവട് വയ്ക്കുന്നത്. കൃഷി ചെയ്യുന്നതിനും അതുപോലെ തന്നെ കൃഷി ഉൽപ്പന്നങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമാന്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെയാണ് ഇതിലെ വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ തപസ്സെന്ന് പറയുന്നത്, നമ്മൾ ആ വാക്ക് നമ്മുടെ ഉള്ളിൽ തീർത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതേതാണ് എന്ന് ചോദിച്ചാൽ, വിശ്വാമിത്രനെ ഇളക്കിയ രംഭ വന്ന് മുന്നിൽ ഡാൻസ് കളിച്ച ഒരു ഏർപ്പാട്, മൂപ്പരുടെ തപസ് ഇളക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാട്. നമുക്കതിനെ അങ്ങനെ സ്വീകരിക്കാം. പക്ഷേ ഇന്നത്തെ രംഭ ആരാണ്? അന്ന് ഡാൻസ് കളിച്ച രംഭ ഇന്ന് എൻ്റെ മൊബൈൽ ഫോണിൽ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഓരോരുത്തർ അയച്ചു തരുന്ന മെസ്സേജായിട്ടും ലിങ്കായിട്ടും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ടേ. എൻ്റെ തപസ് ഇളക്കാൻ പോകുന്ന സാധനങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ ഇവിടെ തപസ് എന്ന് പറയുമ്പം ഇത് പണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് താടിക്കാർ ഇന്ത്യയിൽ ഇവരിങ്ങനെ ജീവിതത്തിനെതിരായിട്ടുള്ള ഒരു രീതിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരുടെ ഇന്ദ്രിയ വിചാരങ്ങളെ, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയിട്ടുള്ള വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി അവർ കണ്ടുപിടിച്ച് അവർ പരിശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് 10,000 കൊല്ലം മുമ്പ് ഏതൊക്കെയോ കുറച്ച് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇത് ഇളകിപ്പോയവരുടെ കഥയാണ് നമുക്കറിയാം. ഋഷ്യശൃംഗൻ, വിഭാണ്ഡകൻ്റെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഗൻ, വൈശാലി അത് ഇളക്കിയതൊക്കെ വൈശാലി MT ഹരിഹരൻ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള സിനിമയത്. ആദ്യമായിട്ടൊരു അങ്ങനെയാണ് മഹാഭാരതത്തിൽ ആദ്യമായിട്ട് ഋഷ്യശൃംഗൻ ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പോസിറ്റ് സെക്സിനെ കാണുന്നത്, ഒരു സ്ത്രീയെ കാണുന്നത്. അവനുണ്ടാകുന്ന, ശരിക്കും പറഞ്ഞാൽ വൈശാലി സിനിമയിൽ MT മഹാഭാരതത്തിൽ മുഴുവനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ഈ മഹാഭാരതവും അതിലെ പല കാര്യങ്ങളുമായിട്ട് സംസാരിക്കാൻ വളരെ MT ആയിട്ട് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ എന്താ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ മഹാഭാരതം MT ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങൾ ആദിപർവവും സഭാപർവവും പബ്ലിഷ് ചെയ്ത സമയത്ത് എനിക്കതിൻ്റെ ഒരു കോപ്പി വേണമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ കോട്ടയ്ക്കലുള്ള ഒരു രാഗിണി എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ അടുപ്പമുള്ളതാണ് MTക്ക്. അവിടെ തിരൂര് ചെറുതുരുത്തിയിൽ അവിടെ താമസിക്കാറുള്ളത് അവരുടെ ഒരു ഹോട്ടൽ. അപ്പം കൊടുത്തയച്ചിരുന്നു. അങ്ങനെ കോഴിക്കോട് ഒരു കാര്യത്തിൽ പോയ സമയത്ത് നമ്മൾ വേറൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോയ സമയത്ത് ഒരുപാട് സമയമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അന്ന് കുറേ സംസാരിച്ചു. അപ്പോൾ ഈ വൈശാലി അതിലേക്ക് കടന്നു വന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഇങ്ങനെ ചിരിക്കുന്നത് വളരെ അപൂർവമാണെന്നാണല്ലോ പറയുക, പക്ഷേ വളരെ നന്നായിട്ട് ആസ്വദിച്ച് ചിരിക്കുന്ന ആളാണ്. അപ്പം പറഞ്ഞു, അത് ഈ വ്യാസർ പറഞ്ഞത് മുഴുവനൊന്നും നമുക്ക് വിഷ്വലൈസ് ചെയ്ത് ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ളത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അത് സാധ്യമല്ല. വിദേശത്ത് സാധിക്കും, ഇംഗ്ലീഷിലേ സാധിക്കുമെന്ന്. ഇംഗ്ലീഷിലത് അതേപോലെ വേണമെങ്കിൽ അവതരിപ്പിക്കാം, നമുക്കത് താങ്ങൂല. സത്യം പറഞ്ഞാൽ മഹാഭാരതവും രാമായണവും ഒന്നും അതിൻ്റെ ആ വിഷ്വൽ നമുക്ക് താങ്ങാനുള്ള സംസ്കാരം ഇന്നില്ലാത്ത പോയിരിക്കുക. ഇന്നത്തെ ആധുനിക ഒരു ഇന്ത്യയുടെ ഒരു ദുരവസ്ഥ പറയുകയാണ്. ഇതൊന്നും വായിക്കാത്തവരാ ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നത്. നമുക്ക് പലപ്പോഴും വളരെ വിഷമം തോന്നും. ഇതൊക്കെ നന്നായി പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഒന്നും നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. ഒക്കെ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ എന്താ?
അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ ഉപയോഗിച്ച തപസ്, നേരത്തെ ഋഷ്യശൃംഗൻ്റെ തപസ് വൈശാലി ഇളക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തപസ് എന്ന് പറയുന്നത് കാണുന്നത് ഇങ്ങനെ ഒന്നാണ്. തികച്ചും ഭൗതികമായ ജീവിതത്തിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ഈ വ്യാവഹാരിക ലോകത്തിൽ ഓഫീസ്, ജോലി, സുഹൃത്തുക്കൾ, ക്ലബ്ബ്, വിനോദങ്ങൾ, അപ്പോൾ ഈ നിത്യജീവിതത്തിൽ ഇതിനെന്താണ് പ്രസക്തി എന്നാണ് ചോദ്യം. നിങ്ങൾ ആ തപസ്സിനെ കുറിച്ച് നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ധാരണ, അതിനെ നിങ്ങൾ മാറ്റിയാലേ ഇതിൽ ഒരു എന്തുണ്ടാവുള്ളൂ, നിങ്ങൾക്കത് ബോധ്യപ്പെടുള്ളൂ. അത് മാറ്റാൻ വേണ്ടി തപസ്സിനെ പുതിയ രീതിയിൽ സന്ദീപാനന്ദഗിരി നിർവചിക്കുകയാണോ, വ്യാഖ്യാനിക്കുകയാണോ? അല്ലേ അല്ല. ഗീതയിലൂടെ തപസ്സിനെ അറിയൂ, മനസ്സിലാക്കൂ. ഇപ്പോൾ വീലുകൾ പലതുണ്ട്. കുലാലൻ്റെ ആലയിലെ വീലുണ്ട്, നമ്മുടെ ഗ്യാസ് കുറ്റിയുടെ അടിയിലുള്ളൊരു വീലുണ്ട്, നമ്മുടെ സൂട്ട് കേസിൻ്റെ അടിയിലുള്ളൊരു വീലുണ്ട്, നമ്മുടെ വീട്ടിൽ കുട്ടികൾ കളിക്കുന്ന കാറിൻ്റെയും ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളിൽ ഉള്ള വീലുകളുണ്ട്. ഇതൊക്കെ വീലുകളാണ്, എല്ലാം ചക്രങ്ങളാണ്. ചക്രം എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമേ ഉള്ളൂ അല്ല. അപ്പം ഗീത ഇത് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ വീണ്ടും നിങ്ങളോട് ശ്ലോകത്തിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുന്നു, അനുദ്വേഗകരം വാക്യം. ആദ്യത്തെ ശ്ലോകം മനസ്സിലായാലേ മുന്നോട്ട് ഇനി നമുക്ക് പോക്ക് നടക്കുള്ളൂ. 15ാമത്തെ ശ്ലോകം, അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ. അതെന്താണ്? വാക്കിനെ സംബന്ധിക്കുന്ന തപസ്. അതേപോലെ ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യ അഹിംസാച്ച ശാരീരം തപ ഉച്യതേ. ശരീര സംബന്ധമായ തപസ്. ഇനി മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യതേ. ശരീരത്തിൽ, വാക്കിൽ, മനസ്സിൽ. കുലാലൻ്റെ ആലയിലിരിക്കുന്ന വീല്, ബസ്സിൻ്റെ വീല്, ഫ്ലൈറ്റിൻ്റെ വീല്, കളിപ്പാട്ടത്തിലുള്ള വീല്, എത്രമാത്രം വീലിന് പ്രസക്തിയുണ്ടോ, അനിവാര്യതയുണ്ടോ, അതേപോലെ തപസ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. എന്തിന്? നമ്മുടെ ജീവിതത്തെ സൗന്ദര്യമാർന്നതാക്കുന്നതിന് തപസ്സിന് ഒരു പ്രധാന പങ്കുണ്ട്. തപസ്സിനെ ഉള്ളു പങ്ക്. തപസ് കൊണ്ടേ സാധ്യമാകും. ഈ വാങ്മയ തപസ് മാത്രം നമുക്കൊന്ന് വെറുതെ കൂടുതലൊന്നും പറയുന്നില്ല. നോക്കൂ, അനുദ്വേഗകരം വാക്യം. ഉദ്വേഗമുണ്ടാക്കുന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കുക ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമല്ലേ? പല ടി വി ചർച്ചകളിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്നില്ലേ? നമ്മൾ പണ്ട് ഇതിന് പോയിരിക്കുമ്പോൾ എന്തൊക്കെ അധിക്ഷേപ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ തിരിച്ച് അതുപോലെ പറയാറില്ല. അത് വലിയ ബുദ്ധിമുട്ടല്ലേ അത്? അപ്പോൾ അത് കുറച്ച് അങ്ങനെ പറയണം എന്നുള്ളതാണ് ഈ ചർച്ച സംഘടിപ്പിക്കുന്നവർ ആഗ്രഹിക്കുന്നത്. ഒരു ബഹളം ഉണ്ടാവണം എന്നാണ് അവിടെ. അപ്പോൾ പ്രതിപക്ഷ ബഹുമാനം എന്ന് നമ്മൾ പറയും. രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ലല്ലോ, നമുക്കൊക്കെ വേണ്ടേ? വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നതിൽ എൻ്റെ വാക്കുകളിൽ ഞാനാണ് അതിൻ്റെ ഉടമ. എൻ്റെ വാക്കുകൾ അവളെ ഏതെങ്കിലും വിധത്തിൽ വിഷമിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ നിരന്തരം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ശരിയായൊരു കാര്യമാണോ?
അപ്പോൾ അതിലെ നിയന്ത്രണത്തെ അങ്ങനെ ചെയ്യാതിരിക്കുന്ന പ്രക്രിയയുടെ പേര് തപസ് എന്നാണ്. അപ്പോൾ ആ തപസ് വേണ്ടേ? ആ തപസ് ആധുനിക ലോകത്തിൽ അതിന് പ്രസക്തി ഇല്ലേ? പറയൂ. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കുന്ന വിശ്വാമിത്രൻ എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഋഷിമാർ ഏതോ കാട്ടിൽ കുറേ കാലം ഇരുന്ന് പുറ്റ് വന്ന് പിന്നെ അവിടെ വന്ന് ആരോ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞാൽ ആ തപസ് ഇപ്പം നമ്മളങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് ജോലിക്ക് പോകണ്ടേ, എൻ്റെ കുട്ടികൾ പട്ടിണിയാവില്ലേ? ഇതൊക്കെയാണ് യുക്തിവാദികൾ ചോദിക്കുന്നത്. ഇവർക്കിതേ അറിയൂ. വാസ്തവത്തിൽ ഇവരുടെ യുക്തിയെ ഓർത്ത് നമ്മൾക്ക് പലപ്പോഴും സങ്കടം വരാറുണ്ട്. പാവങ്ങൾ ഇങ്ങനെയായി പോയല്ലോ എന്ന്. യുക്തിയില്ലാത്തൊരു ഗതിയിൽ എന്താ പറയുക, എന്തോ ഒരു ഗതിയിൽ പരഗതിയില്ലാത്ത അവസ്ഥ എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് കഴിയുന്നത്. അപ്പം അനുദ്വേഗകരം വാക്യം, ഉദ്വേഗമുണ്ടാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതെ ഇരിക്കുക. സത്യം പ്രിയഹിതം, കളവ് പറയാതിരിക്കുക. നോക്കൂ, നമ്മൾക്കൊക്കെ കേരളത്തിലെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഒരു ടി വി ചർച്ച നമ്മൾ കണ്ടിട്ട് അന്തം വിട്ടുപോയിട്ടുണ്ട്. ബൾബ് അടിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരാൾ ചോദിക്കുന്നതാണ്. മനോരമയുടെ ചർച്ചയാണ്, നമുക്ക് ഇപ്പോഴും അത് ഓർമ്മ വരും, അത് മറക്കാൻ പറ്റില്ല. അത് ഇന്നത്തെ ഈ മന്ത്രി MP രാജേഷാണ് ഓപ്പോസിറ്റിലിരിക്കുന്നത്. BJPയുടെ ഒരു നേതാവാണ് ചോദിക്കുന്നത്, നമ്മുടെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ. അങ്ങനെയാണ് തോന്നുന്നുണ്ട്. അതെ, ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ EMS എന്തുകൊണ്ട് പോയില്ല എന്ന്. ഇപ്പം ഈ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏത് വർഷം നടന്നു, അത് നടക്കാനുണ്ടായ സാഹചര്യം, അതിനാരെങ്കിലുമൊക്കെ പങ്കെടുത്തിരുന്നോ? അതിപ്പോൾ നമ്മുടെ ഈ ഇപ്പോഴത്തെ പുതിയ രാമക്ഷേത്ര നിർമ്മാണം പോലെ ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നോ? ഇതിൻ്റെ ചരിത്രം മുഴുവൻ എല്ലാം വള്ളി പുള്ളി കുത്തുകോമ വിസർഗ മാറ്റമില്ലാതെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്ന വലിയൊരു ജനവിഭാഗം ഈ കേരളത്തിലുണ്ട്. ഇതൊക്കെ ചരിത്രമാണല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ചരിത്രം അതിമനോഹരമായിട്ട് ഒന്നൊഴിയാതെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഫാമിലിയായിട്ട് വളരെ നല്ല ബന്ധമാണ്. കോട്ടുകോയിക്കൽ വേലായുധൻ, അവരുടെ മകളാണ് ഉഷായസ് നായർ. അവർ നമ്മുടെ ആശ്രമത്തിൻ്റെ ഒരു നമുക്കൊപ്പം നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു ഭയങ്കര സീനാണത്. ഈ ചോദ്യം വന്നപ്പോൾ ഈ MP രാജേഷിൻ്റെ മുഖം കാണണം. മൂപ്പര് മൊത്തത്തിൽ ഫ്യൂസ് പോയി. അങ്ങനെയൊരു ഇത് കാണുന്നത് നമ്മൾ സിനിമയിലൊരു ദൃശ്യം കാണുന്നുണ്ട്. പപ്പു മോഹൻലാലിനോട് ചോദിക്കുന്നത് ഈ തേന്മാവിൻ കൊമ്പത്തിൽ, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരായിരുന്നു, തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആര്, എന്നിട്ട് താൻ എന്നോട് ചോദിക്കുക താൻ ആരായിരുന്നു, ഞാൻ ആരായിരുന്നു. അപ്പോൾ ഇത് കേട്ട സമയത്ത് ഇയാളൊരു കിളി പോയ ഒരവസ്ഥയുണ്ട്. ഇങ്ങനെയാണ് EMS ജനിച്ചിട്ട് വേണ്ടേ അതിൽ പങ്കെടുക്കാൻ? അപ്പോൾ ഒരു ചർച്ചയിൽ, പൊതു ചർച്ചയല്ലേ, ആയിരങ്ങൾ ലക്ഷങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ സത്യം പറയുക അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റും. നമുക്ക് പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും, നമുക്ക് തന്നെ പറ്റാറുണ്ട്. പക്ഷെ സംഭവങ്ങൾ മാറുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ സത്യം പറയുക എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആരും ആവട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, നിങ്ങളുടെ വീട്ടിലെ ഭർത്താവാകട്ടെ, ഭാര്യയാവട്ടെ, കുട്ടികളാവട്ടെ, പ്രിയമായിട്ട് അങ്ങനെ. അതുപോലെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആളുകൾ, ഇന്ന ആളുകളെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് പറയും. ഇങ്ങനെ ഈ തപസ് ആധുനിക ലോകത്തിൽ വേണ്ടാത്തൊരു ഏരിയ എവിടെയാണ്? ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നു, ഫോൺ വേണം, കമ്പ്യൂട്ടർ വേണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമ്മളെന്താ അവരോട് പറയണത്? ഇതിനൊരു
നമ്മൾ ഈ തപസ്സിൻ്റെ വേറൊരു പേരായിട്ട് നമ്മൾ ഉപയോഗിക്കുക മാനറിസം എന്ന് പറയും അല്ലേ. ഇതിനൊരു മര്യാദകളുണ്ട് പാലിക്കേണ്ടുന്ന. അപ്പോൾ പുതിയ പുതിയ നിയമനിർമ്മാണങ്ങൾ വരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഈ AI ഉപയോഗിച്ച് ചെയ്യുന്ന പല ഗ്രാഫിക്സും അതും ഇതുമൊക്കെ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പലരുടെയും വ്യക്തി ജീവിതത്തിന് ഡാമേജ് ഉണ്ടാക്കുന്ന വിധത്തിൽ അത് അവരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കുറ്റമാണ്? കാരണം ഇപ്പം നിലവിൽ അങ്ങനെ കുറ്റമില്ല, അങ്ങനെ ഇല്ല. ഇന്ത്യൻ പീനൽ കോഡിൽ അങ്ങനെ ഈ പീനൽ കോഡ് ഉണ്ടാകുന്ന സമയത്ത് AI എന്ന് പറയുന്ന സംഗതി ഇല്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങൾക്കുള്ള ശിക്ഷാ നടപടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് പുതിയ പുതിയ നിയമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിൽ. ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടൊക്കെ അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്, ദോഷവശങ്ങളുണ്ട്. ആ ദോഷവശങ്ങളിലൂടെ നമ്മൾ അതിനെ ഉപയോഗിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ അവിടെ തപസ് ആവശ്യമില്ലേ? ഈ തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ഈ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ചിന്മയാനന്ദ സ്വാമികളുടെ ഒരു കഥ പറഞ്ഞിട്ടാണ് ഈ പ്രഭാഷണം തുടങ്ങിയിട്ടുള്ളത്. ഇതാ 195-ാമത്തെ ദിവസം നിൽക്കുമ്പോൾ 1-ാമത്തെ ദിവസത്തിൽ പഞ്ചസാരക്കുന്നിലെ ഉറുമ്പിൻ്റെയും ഉപ്പുകുന്നിലെ ഉറുമ്പിൻ്റെയും ഈ മുൻവിധിയാകുന്ന ഉപ്പുകല്ല് വെച്ച് പഞ്ചസാര നുകരാൻ ശ്രമിച്ചാൽ പഞ്ചസാരയുടെ മാധുര്യം അനുഭവിക്കാനോ പഞ്ചസാര കൊണ്ട് കിട്ടേണ്ടുന്ന ഉറുമ്പിന് കിട്ടേണ്ടുന്ന ഗുണം കിട്ടില്ല. ആ ഉപ്പുകല്ല് എടുത്ത് മാറ്റിയാലേ അത് പറ്റൂ. അപ്പം നമ്മുടെ കുറേ മുൻവിധികളുണ്ട്. ഇത്തരം വാക്കുകൾ ശമ, ദമ, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം, തപസ്, ബ്രഹ്മചര്യം, അഹിംസ, ഇതൊക്കെ നമ്മൾ വ്യവസ്ഥീകരിക്കപ്പെട്ട മനസ്സിൽ ഇതിൻ്റെ ഒരു രൂപം അടിച്ചേൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മാറി നമ്മൾ ചിന്തിക്കാനേ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ ചക്രത്തിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ ധർമ്മചക്രവും അശോകചക്രവും സുദർശന ചക്രവും ചക്രവ്യൂഹവും ഒക്കെ പറയുമ്പോൾ അതങ്ങനെ ഒരു ചക്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. മറിച്ച് ഭഗവാൻ പറയുന്ന ഏവം പ്രവർത്തിതം ചക്രം എന്ന് പറയുമ്പോൾ അതൊരു സങ്കല്പത്തിൽ പറയുന്നതല്ലേ, ചക്രം പോലെ. അത് ഇന്ന് എത്രമാത്രം നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ട് അതിൻ്റെ സഹായത്താൽ നമ്മുടെ ജീവിതത്തെ സൗന്ദര്യപൂർണ്ണമാക്കുന്നത് പോലെ ജീവിത മൂല്യത്തിൽ എല്ലാവരും, കുട്ടികൾ മുതൽ, ജാതി മതമൊന്നും അതിന് ഇതല്ല. ആ വാക്ക് അതിൻ്റെ ആഴത്തിൽ അങ്ങനെ ആദ്യം തന്നെ അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ടാണ് ഇത് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി സ്വാമി റെസ്റ്റ് എടുക്കൂ, പിന്നെ ഗാർഗിൾ ചെയ്യൂ, ചുക്ക്, തുളസി, അത് ഇത് ഇങ്ങനെ പറഞ്ഞ പല മരുന്ന്, അത് ഇതിലിപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ജിഞ്ചർ ഇട്ടിട്ടുള്ളൊരു അപ്പം അധികം ഡോക്ടർ പറഞ്ഞ് ആവേശം വേണ്ട, സ്വാമിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ആവേശം വരുന്നതാണ്. മുടങ്ങണ്ട പോട്ടെ എന്നുള്ളതാണ്. നമ്മൾ വേറെ സംസാരങ്ങളൊന്നുമില്ല. അപ്പോൾ ഫുൾ വോയിസ് റെസ്റ്റാണ്. നിങ്ങളോട് ഈ സംസാരിക്കുന്നു രാവിലെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കും. ഗീത അത്തരത്തിലാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തപസ് എന്ന് പറഞ്ഞാൽ ഗീത പറഞ്ഞോ അവിടെ പോവുക, കാട്ടിലൊരു മൂലയിൽ ഇരിക്കുക, അങ്ങനെ പുറ്റു വന്ന് അതാണോ പറഞ്ഞത്? അല്ല. അതാര് പറഞ്ഞു തന്നതാ? നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി. ഏതൊക്കെയോ ചിത്രകഥയും അതും ഇതും സീരിയലിലും അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ട് ഇതൊന്നും പഠിച്ചിട്ടല്ല നമ്മുടെ തലയിൽ കയറിയത്. അതാണ് വലിയ കോമഡി. പിന്നെ ഇതിന് ഈ റൂം വൃത്തിയാക്കൽ വലിയ പണിയുള്ള കാര്യമാണ്. ഏറ്റവും പണിയുള്ള കാര്യമാണ് അടിച്ച് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ സാധനങ്ങളെ, കെട്ട സാധനങ്ങളെ പുറത്ത് കളയുക എന്ന് പറയുന്നത്. ചിലർക്ക് അതൊന്നും ഒഴിവാക്കാനും ഒരു താല്പര്യം ഉണ്ടാവില്ല. വേണ്ട അതൊക്കെ അവിടെ നോട്ടെ എന്ന് പറയും. ഒരു റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ സഹായിക്കാൻ നിങ്ങളെ ശ്രമിക്കുമ്പോൾ കുറേ അലവലാതി സാധനങ്ങൾ, പുസ്തകങ്ങളും അതും ഇതും എല്ലാം ഇങ്ങനെ മേശപ്പുറത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായി
പുസ്തകങ്ങളെല്ലാം എടുത്ത് ഓരോന്നും തുടച്ച് വൃത്തിയാക്കി ആ ടേബിൾ ക്ലോത്തൊക്കെ മാറ്റി അത് അടുക്കി ഒതുക്കി ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ ഒരുപാട് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പരിപാടി ആരെങ്കിലും ചെയ്യുമ്പോൾ അത് ഓഫർ ചെയ്താൽ തന്നെ നമ്മൾ എന്താ പറയുക, വേണ്ട 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 അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഇതേപോലെയാണ് ഈ വേണ്ടാത്ത കുറേ തല്ലിപ്പൊളിത്തരങ്ങളെല്ലാം തലമണ്ടയ്ക്ക് ഉള്ളിലുണ്ട്. ഇരുന്നോട്ടെ, അത് അവിടെ ഇരുന്നോട്ടെ. അതുകൊണ്ട് ആ ഉപ്പുകല്ലുകൾ മാറ്റണം. ഇനി നമുക്കധികം സമയമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അടുത്ത 18-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.